നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമണൻ ഹെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ആയുർവേദ ഡൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം കേട്ടോ. നല്ല എൻക്വയറി ഉണ്ട് ഇതിനെ കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ നരച്ച മുടിയുള്ളവർക്ക് നമുക്ക് റിസൾട്ട് വേഗം അറിയാൻ പറ്റും കേട്ടോ. ഇതുപോലെ 10 ദിവസത്തിനുള്ളിൽ അവർക്ക് റിസൾട്ട് കിട്ടും. പറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി. എന്തെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചോളൂ കേട്ടോ. പറഞ്ഞു തരാവുന്നതാണ്. ഏറ്റവും മെയിൻ ശ്രദ്ധിക്കേണ്ടത് ഇത് തേക്കുന്ന സമയത്ത് ഏതൊക്കെ ദിവസങ്ങൾ തേക്കുന്നോ ആ ദിവസമൊക്കെ നമ്മൾ എണ്ണ കളയണം കേട്ടോ. മുടിയിലുള്ള എണ്ണ കളയാം. എണ്ണ അന്ന് തേക്കാതിരിക്കുക കേട്ടോ. തലേ ദിവസം തന്നെ എണ്ണ മയം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റാം കേട്ടോ. നെല്ലിക്കപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് നമുക്ക് ആയുർവേദപ്പൊടി തേച്ചിട്ട് എണ്ണ മെഴുക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് വേണം ഹെയർ ഡൈ അപ്ലൈ ചെയ്യാൻ. എന്നാലേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. എന്നാലേ മുടിയിൽ അത് പിടിച്ചിരിക്കുള്ളൂ കേട്ടോ. മുടിയുടെ അറ്റം തിന്നാവുന്നു എന്ന് പറഞ്ഞു അല്ലേ? അത് തിന്നാവുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മുടിയെല്ലാം ഉരുപ്പോയിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ പുതിയ മുടികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പഴയ മുടി നിൽക്കുന്ന മുടിയുടെ അത്ര നീളം വരുന്നില്ല, വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ വളർച്ച ആവുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഈ മുടിയുടെ അറ്റം തിന്നായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പോയ മുടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നീട്ടം വെച്ച് വരുവാനായിട്ട് കുറച്ച് താമസം എടുക്കും. അപ്പോൾ നമ്മുടെ നിലവിലുള്ള മുടി തിന്നായിട്ട് നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട്. ഒന്ന് പഴയ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ മുടിയുടെ ഫുള്ള് കാണിക്കാൻ പറഞ്ഞു. എൻ്റെ മിക്ക ഷോർട്സിലും എൻ്റെ പഴയ ചാനലൊക്കെ ഞാൻ ഫുള്ളായിട്ട് മുടി കാണിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കത് നോക്കാവുന്നേ ഉള്ളൂ. മിക്ക ഷോർട്സിലും മുടി കെട്ടുന്നതും എല്ലാം ഫുള്ളായിട്ടാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു തവണ കൂടി കാണിച്ചു തരാം കേട്ടോ. അത് ബുദ്ധിമുട്ടില്ല. ഞാൻ ഓണത്തിന് 2 ആഴ്ച മുമ്പ് എൻ്റെ മുടിയുടെ തുമ്പ് വെട്ടിയത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം ഞാൻ കേട്ടോ. തുമ്പ് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴയ വീഡിയോസ് ഒന്ന് നോക്കൂ കേട്ടോ. അതിൽ ഫുള്ളും ഉണ്ടാവും. മുടി ഫ്രണ്ടിലേക്ക് ഇട്ട് മുടി കോംബ് ചെയ്യുന്നതും എല്ലാം ഉണ്ട് കേട്ടോ. എണ്ണ തേച്ചിട്ടുള്ള കോമ്പിങ് ആണത്. മായാമേനൻ ഹെയർ ചാനൽ എന്ന് പറഞ്ഞ് അടിച്ചു നോക്കിയാൽ പഴയ വീഡിയോസൊക്കെ കാണാം. പുതിയ വീഡിയോസിലും ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മുടി കെട്ടുന്നതും ഫുൾ മുടിയുടെ ഇത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. പറഞ്ഞു തരാം. അതുപോലെ പാക്കുകൾ മുടി ഒരുപാട് കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് ഉലുവ തേച്ചോളൂ. ഉലുവ വെള്ളം ഞാൻ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ ഇന്നലെ തേക്കാൻ വേണ്ടി എടുത്തു വെച്ച ഉലുവയാണ് കേട്ടോ. ഇന്നപ്പോൾ എനിക്ക് തേക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഇത് ഞാൻ നാളെ തേക്കുന്നതാണ് കേട്ടോ. 2 ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇത് ഞെരടിപ്പിഴിച്ച് എടുത്ത് തേക്കാനും നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം തലേന്ന് ഒഴുകി വരില്ല കേട്ടോ. ഞാൻ ഇന്ന് തേക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ എനിക്ക് തേക്കാൻ പറ്റിയില്ല ഇന്ന്. അപ്പോൾ ഇത് ഞാൻ നാളെ തേക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇത് തേക്കുന്ന വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടായിരിക്കും. മുടി നല്ല സിൽക്കി ഫീലിംഗ് ഉണ്ടാവും ഇത് തേച്ചുകൊണ്ടിരുന്നാൽ. ഇത് കൊഴുത്തുന്നേ ഉള്ളൂ കഞ്ഞിവെള്ളത്തിൻ്റെ കേട്ടോ. നിങ്ങൾക്ക് തേച്ച് കഴിക്കളയാവുന്നതാണ്. അപ്പം ഞാനിങ്ങനെ വീണ്ടും പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വ്യക്തമായിട്ടാണ് പറഞ്ഞു തരുന്നത്. എന്നിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയിട്ടാണോ എന്നറിയില്ല, ചിലവർക്ക് സംശയങ്ങളുണ്ട്. ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെ സംശയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഫുൾ വീഡിയോ കാണാഞ്ഞിട്ടാണോ എന്തോന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ അതാണ് വീണ്ടും ഓരോന്ന് ആവർത്തിച്ച് പറയുന്നത് കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചിലവർക്കത് നീട്ടി പോണു, അങ്ങനെ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഒന്നും വിഷമിക്കരുത് കേട്ടോ. ഈ കാരണം കൊണ്ടാണ് കേട്ടോ. ഈ ഉലുവ ഇങ്ങനെ കഞ്ഞിവെള്ളത്തിലിട്ട് തേക്കുമ്പോൾ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ വേറെ ഒന്നും തേച്ച് കളയണ്ട, വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. ഞാൻ കാണിക്കുന്ന ഈ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ. അങ്ങനെയാണ് എല്ലാം കാണിച്ചിരിക്കുന്നത്. എല്ലാം നല്ല റിസൾട്ട് കിട്ടും. പോയ മുടി എല്ലാം തിരിച്ചു വരും.
ആരും വിഷമിക്കണ്ട കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് മുടി പോയാലൊന്നും വിഷമിക്കണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് ഈ ടിപ്സ് മാറി മാറി നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ ഹൈബിസ്കസിൻ്റെ പിന്നെ ഫ്ലാക്സ് സീഡിൻ്റെ ഒക്കെ ജെല്ല് നമ്മൾ മാറി മാറി നമുക്ക് ഉപയോഗിക്കാം. ഇടയ്ക്ക് താളി ഉപയോഗിക്കാം, ചെമ്പരത്തി താളി ഉപയോഗിക്കാം, പല പല താളികൾ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങൾക്ക് നോക്കിയിട്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. മുടി നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഈ ചില മുടി ചകിരി പോലെയൊക്കെയുള്ള മുടിയെല്ലാം മാറി നല്ല ഭംഗിയിൽ വരും കേട്ടോ. അപ്പം നമ്മൾ തന്നെ അറിയില്ല അത്. ഓരോരുത്തർ പറയുമ്പോഴാണോ ശരിയാണോ നല്ല ഭംഗിയുണ്ട് കേട്ടോ മുടിയെന്ന് പുറത്ത് പോകുമ്പോൾ ചിലർ പറയുമ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇതിങ്ങനെ നമ്മളിങ്ങനെ പാക്കും കാര്യങ്ങളും ജെല്ലുകളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുടിയിൽ വരുന്ന വ്യത്യാസം മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് കേട്ടോ. ഈ ചകിരി പോലെയുള്ള ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ പാക്കും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ഡൈ ചെയ്യുന്നവർക്ക് ഇതുപോലെ പാക്ക് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങളിങ്ങനെ നിരന്തരം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നല്ല റിസൾട്ട് ആയിരിക്കും. മുടി എപ്പോഴും ബ്ലാക്ക് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. അതായത് നമ്മളുടെ പാക്ക് ജെല്ല് ഇങ്ങനെ മാറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് ഡൈ ഉപയോഗിക്കാം. അപ്പോൾ ചെയ്യാത്തവർ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഈവനിങ് ടൈം സമയം വൈകുന്നേരമാണ് കിട്ടുന്നെങ്കിൽ ആ ഈവനിങ് ടൈം കുറച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. ഏർപ്പെടുത്തുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാസനാദിപ്പൊടി ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ മുരിങ്ങ ഇലയുടെ നീരിൽ നിങ്ങൾ ചൂടാക്കിയിട്ട് രാസനാദിപ്പൊടി തേച്ച് നിറയ്ക്കുക ക്രീമ. ഏർപ്പെടുത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പറയുന്ന പാക്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കാം. മുടി എന്തായാലും വന്നുകൊണ്ടിരിക്കും. ആരും വിഷമിക്കണ്ട കേട്ടോ. ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒലിവ് ഓയിൽ ഇല്ലാത്തവർ വാങ്ങിച്ചു വയ്ക്കും കേട്ടോ. അപ്പോൾ മറ്റുള്ള ഇപ്പോൾ പാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് തേക്കാം ഒലിവ് ഓയിൽ. നിറവും കിട്ടും. എല്ലാം നല്ല റിസൾട്ടാണ് കേട്ടോ. ഈ പറയുന്ന സാധനങ്ങളെല്ലാം നല്ല റിസൾട്ടാണ്. അപ്പോൾ ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സംശയം ചോദിച്ചോളൂ കേട്ടോ. എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞു തരുന്നതിന് വിരോധമില്ല കേട്ടോ. അപ്പോൾ നാളെ ഈ ഉലുവ കഞ്ഞിവെള്ളത്തിലിട്ടിരിക്കുന്ന ഉലുവയുടെ നീര് അത് കഞ്ഞിവെള്ളത്തോട് കൂടിയിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. പിഴിഞ്ഞെടുത്ത് തല തേക്കുന്നത്. അപ്പോൾ നാളെ കാണാം. എല്ലാവർക്കും നല്ല വരട്ടെ.